ഹലോ. അപ്പോൾ നമ്മളിന്നൊരു ബ്ലൗസ് വർക്ക് ചെയ്യാണ് കേട്ടോ. എനിക്ക് വ്യാഴാഴ്ച ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസാണ്. അപ്പോൾ പ്ലെയിൻ ബ്ലൗസ് സാരി ഒരു സെറ്റ് സാരി മോഡൽ സാരിയാണ്. അപ്പോൾ ഇതിന് പ്ലെയിൻ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ ബ്ലൗസ് നല്ല ഭംഗി ഉണ്ടാവും കാണാനും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വർക്ക് ചെയ്യാൻ സ്റ്റാർട്ടിങ് 1500 രൂപയാണ് സ്റ്റാർട്ടിങ് മുതൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ബട്ടൺ ഹൗസിൽ കയറിയിട്ട് കുറച്ച് അൽക്കൊലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് എൻ്റെ ബ്ലൗസല്ല, അപ്പോൾ വലിയ എന്താ പറയുക പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യണ്ടല്ലോ, അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ആകെ 142 രൂപയായിട്ടുള്ളൂ. ഈ സൂചി നൂലടക്കം 142 രൂപയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അത്ര വലിയ പ്രൊഫഷണൽ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ സാധാരണ എൻ്റെ ബ്ലൗസൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ തന്നെ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. ഒന്നുമില്ല, ജസ്റ്റ് 2 കൈയിൻ്റെ സൈഡിൽ ഇവിടെയും പിന്നെ നമ്മൾ ഈ നമ്മൾ എന്താ പറയുക സാരി ഇങ്ങനെയല്ല എടുക്കുക. അപ്പോൾ ഈ ഭാഗം കാണുന്നത്, അപ്പോൾ ഇവിടെ ഒരു വർക്ക് ചെയ്യണം, അതുപോലെ ബാക്കിലും പിന്നെ നമ്മൾ ആ ബ്ലൗസിൽ കെട്ട് വയ്ക്കുമല്ലോ, അപ്പോൾ അതിലൊരു കുഞ്ചലും നോക്കിയിടണം. അത്രയേ വേണ്ടൂ. അത്രയൊക്കെ ഞാൻ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ 1500 സ്റ്റാർട്ടിങ് പറഞ്ഞാൽ 2500-ൻ്റെ അടുത്തൊക്കെ വരും. ഇതാകുമ്പോൾ ആകെ 142 രൂപ. നമുക്ക് ചെയ്യാനറിയാൻ നമ്മൾ ചെയ്യണം നല്ലത്. അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ ബ്ലൗസല്ലേ, അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ സാരി ബ്ലൗസ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാക്കിൽ കിട്ടുന്ന സംഭവമില്ലേ കുഞ്ചലം, അത് റെഡ് കളറിൽ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിന് കൊടുത്ത വർക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള വർക്ക് കണ്ടോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കും, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് ഞാൻ കയ്യിന് കൊടുത്ത വർക്ക് കേട്ടോ. അതുപോലെ നമ്മൾ ബാക്ക് എഴുത്ത് നോക്കി നോക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ ഈ സീക്വൻസ് വെച്ചിട്ട് ബാക്ക് എഴുത്ത് വെച്ചു. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ഈ സൈഡ് നമുക്ക് സാരിയുടെ മുന്താണി അല്ലെങ്കിൽ സാരി ഇങ്ങനെ ഇടുക, അപ്പോൾ ഈ തല അങ്ങനെ പോവും. ഇവിടെ നമ്മൾ കൊടുത്തത് ഇങ്ങനെ ഒരു ഈ അടിപൊളി വർക്ക്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതിന് ക്ഷമ അത്യാവശ്യമായ ഘടകമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ഷമ വേണം കേട്ടോ. എപ്പോൾ ഇരിക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞാൽ ഞാനറിയോ, ഒരു വെറുതെ അല്ല ഇതിന് 1500, 2500, 3000 ഒക്കെ മേടിക്കണം കേട്ടോ. കാരണം ഇരുന്ന് ഉപ്പാടിളകും. അപ്പോൾ ടൈം നമുക്ക് അല്ലെങ്കിൽ സമയം കണ്ടെത്തി ചെയ്യണം. പക്ഷേ എനിക്കിത് ഇഷ്ടമായി കേട്ടോ. ഇതിന് ഞാൻ എൻ്റെ സാരി ഒരു മൾക്കോട്ടൺ സാരിയാണ് കേട്ടോ. നല്ല സെറ്റിൻ്റെ ഒരു മൾക്കോട്ടൺ സാരിയാണ്. അപ്പോൾ ആ സാരിയാണ് ഞാൻ ഉടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിമ്പിൾ നല്ലൊരു പ്ലെയിൻ ബ്ലൗസ് നമ്മൾ ഈ ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.